ഈയിടെയായിട്ട് ഒരുപാട് പേര് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. നമ്മുടെ വണ്ടിയുടെ ആക്സിലേറ്റർ ക്ലോസ് ചെയ്തിട്ടും എഞ്ചിൻ സ്പീഡ് താന്നു പോകാൻ വേണ്ടി ഭയങ്കര മടിയാണ്. എഞ്ചിൻ സ്പീഡ് പയ്യാണ് കുറഞ്ഞു വരുന്നത്. അതുകൊണ്ട് വണ്ടി ചിലപ്പോൾ ഇരച്ച് നിൽക്കും. അതുകൊണ്ട് ഗിയർ മാറുമ്പോഴൊക്കെ നല്ല അടിപ്പ് കിട്ടാറുണ്ട്. അപ്പോൾ എന്താണ് ഈ പ്രശ്നത്തിന് കാരണം, ഇത് എങ്ങനെയാണ് പരിഹരിക്കാമെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാർബറേറ്റർ ഉള്ള വണ്ടി ഉപയോഗിക്കുന്ന ആളുകളെല്ലാം നേരിടുന്ന ഈ ഒരു പ്രശ്നം എന്തുകൊണ്ട് സംഭവിക്കുന്നുവെന്നും എന്നുള്ള പരിഹാരമാണ് ഞാൻ ഇവിടെ പറഞ്ഞുതരാൻ നോക്കുന്നത്. ആദ്യമേ എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞുതരാം. നമ്മൾ എഞ്ചിൻ്റെ ആക്സിലേറ്റർ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ നമ്മൾ ത്രോട്ടിൽ ഷട്ട് ചെയ്യുന്നു ആ സമയത്ത് തന്നെ എഞ്ചിനകത്ത് എഞ്ചിൻ ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഈ എഞ്ചിൻ ബ്രേക്കിംഗ് ഉള്ളതുകൊണ്ടാണ് വണ്ടിയുടെ എഞ്ചിൻ്റെ സ്പീഡ് കുറഞ്ഞു പോകുന്നത്. നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് പോകുന്ന വണ്ടി ആക്സിലേറ്ററിന് കാലെടുത്ത് കഴിയുമ്പം പയ്യെ വണ്ടിയുടെ എഞ്ചിൻ്റെ സ്പീഡ് കുറഞ്ഞ് വണ്ടി പുറകോട്ട് വലിയുന്ന പോലെ വരുന്നത് എഞ്ചിൻ ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഈ പ്രതിഭാസം കാരണമാണ്. അപ്പോൾ പെട്രോൾ എഞ്ചിനുകൾക്ക് അത് എങ്ങനെയാണ് എഞ്ചിൻ ബ്രേക്കിംഗ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാർബറേറ്ററിൻ്റെ ഈ ഭാഗം എഞ്ചിൻ്റെ ഇൻടേക്ക് മാനിഫോൾഡിലോട്ട് പോകുന്ന ഭാഗമാണ്. ഇത് എയർ ബോക്സിൻ്റെ അവിടെ നിന്ന് വരുന്ന ഭാഗമാണ്. അപ്പം ഇവിടെ ഇങ്ങനൊരു വാൽവ് നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ബട്ടർഫ്ലൈ വാൽവാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത്. ഞാൻ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേന് ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്യുന്ന ഈ വാൽവ് കണ്ടോ, ഈ വാൽവാണ് ബട്ടർഫ്ലൈ വാൽവ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലൈഡ് വരുന്ന കാർബറേറ്ററിലാണെങ്കിൽ ഈ വാൽവിന് പകരം ഒരു സ്ലൈഡ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കും ഈ ഒരു വാൽവ് ഓപ്പൺ ആക്കുക ചെയ്യുന്നത്. ഈ വാൽവ് ഓപ്പൺ ആക്കുക ഇതുവഴി കൂടുതൽ എയർ എഞ്ചിനിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ആക്സിലേറ്റർ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഈ വാൽവ് അടയും. അപ്പോൾ ഈ വാൽവ് അടയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എഞ്ചിൻ എപ്പോഴും എയറിനെ അകത്തോട്ട് വലിച്ചുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ വാൽവ് അടച്ച് ഷട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും എഞ്ചിനകത്തോട്ട് എയറിന് പോകാൻ പറ്റാണ്ട് എഞ്ചിനകത്തോട്ട് പിടിച്ച് എയറിനെ വലിക്കുന്നുണ്ട്. അവിടെ ഒരു വാക്കം ക്രിയേറ്റ് ആവും. ആ വാക്കമാണ് നമ്മുടെ എഞ്ചിൻ്റെ പിസ്റ്റണിനെ സ്ലോ ചെയ്യും. ആ പിസ്റ്റണിനെ സ്ലോ ചെയ്യാനുള്ള ശ്രമം വഴി എഞ്ചിൻ്റെ സ്പീഡ് പയ്യെ താന്നു പോകുന്നതും അത് കാരണമാണ്. അപ്പം ഇതെങ്ങനെയാണ് ഈ കംപ്ലൈൻറ്റ് വരുന്നത്, എഞ്ചിൻ്റെ സ്പീഡ് താന്നു പോകാത്തതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വണ്ടിയുടെ സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു സ്ക്രൂ നമ്മൾ തിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ഒരു ബട്ടർഫ്ലൈ വാൽവ് എത്രത്തോളം അടയണം എന്ന് തീരുമാനിക്കുന്ന ഒരു സ്ക്രൂ ആണിത്. അപ്പോൾ ഈ സ്ക്രൂ ഞാൻ ഇങ്ങനെ തിരിച്ച് അഴിക്കുകയാണെങ്കിൽ എന്നാ സംഭവിച്ചാൽ, ഈ വാൽവ് പൂർണ്ണമായിട്ട് അടയും. ഈ വാൽവ് അടയുമ്പോൾ അതിനകത്തുണ്ടാകുന്ന സ്പേസ് തീരെ കുറവായിരിക്കും. പരമാവധി വാൽവ് അടയും. ഇനി ഞാൻ ഈ സ്ക്രൂ തിരിച്ച് കൂട്ടി വെക്കുവാണ് എന്നാ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ വാൽവ് ചെറിയ രീതിയിൽ തുറന്നായിരിക്കും നിൽക്കുന്നത്. ആ വാൽവിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് കൂടി. അപ്പം ഞാൻ ആക്സിലേറ്റർ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും ഈ ചെറിയൊരു ഓപ്പണിങ് അവിടെ ബാക്കി നിൽക്കും. അപ്പം നമ്മൾ ആക്സിലേറ്റർ ക്ലോസ് ചെയ്യുമ്പം ഈ വാൽവ് പൂർണ്ണമായിട്ടും ഷട്ട് ആകുന്നില്ല എങ്കിൽ അതുവഴി എയർ എഞ്ചിനിലോട്ട് പൊക്കോണ്ടിരിക്കും. എഞ്ചിന് വാക്കം ക്രിയേറ്റ് ചെയ്യാൻ പറ്റാണ്ട് എഞ്ചിൻ ബ്രേക്കിംഗ് വളരെ സ്ലോ ആയിട്ട് നടക്കത്തുള്ളൂ. അപ്പോൾ എഞ്ചിൻ ബ്രേക്കിംഗ് സംഭവിക്കുന്ന ഈ വാൽവ് നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കൈവിടുമ്പം ആക്സിലേറ്റർ അടയുന്നുണ്ട്. ഇത് സ്പ്രിങ്ങിൽ ഓപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വാൽവ്. അപ്പോൾ നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കൈയെടുത്ത് കഴിയുമ്പോൾ തന്നെ ഇത് റിട്ടേൺ പോയി അടയും. അത് അടയുമ്പോൾ എഞ്ചിനിലേക്ക് വാക്കം ക്രിയേറ്റ് ആവും, എഞ്ചിൻ സ്ലോ ചെയ്യും. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഐഡിയൽ സർക്യൂട്ട് എന്ന് പറയുന്ന സർക്യൂട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വണ്ടി ഐഡിൽ ചെയ്ത് ഓണായി നിൽക്കുമ്പോഴത്തേനും വണ്ടിക്ക് ഫ്യൂവൽ കൊടുക്കുന്ന ഒരു സർക്യൂട്ടിനാണ് ഐഡിയൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ ഐഡിയൽ സർക്യൂട്ട് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ക്ലോട്ടായിട്ട് ഇരിക്കുകയാണ്, അത് പ്രവർത്തിക്കുന്നില്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിനെ ഓണാക്കി നിർത്താൻ, സ്ലോ സ്പീഡ് നിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്, ഈ ഒരു സ്ലോ സ്പീഡിൻ്റെ സ്ക്രൂ നമ്മൾ തിരിച്ച് കൂട്ടി വെക്കും. ഈ സ്ക്രൂ തിരിച്ച് വെക്കുമ്പോൾ ഓപ്പൺ ആകുന്ന വണ്ടിയുടെ മെയിൻ സർക്യൂട്ടാണ്. മെയിൻ സർക്യൂട്ട് വഴിയുള്ള എയർ ഫ്ലോ ആണ് കൂടുന്നത്. അങ്ങനെ മെയിൻ സർക്യൂട്ടിനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടാണ്, ഐഡിയൽ സർക്യൂട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ട് മെയിൻ സർക്യൂട്ട് വഴി ഫ്യൂവൽ കൊടുത്തിട്ടാണ് വണ്ടി ഐഡിൽ ചെയ്ത് ഓണാക്കി നിർത്തുന്നത്. അപ്പം നിങ്ങളുടെ വണ്ടിയുടെ ഐഡിയൽ സർക്യൂട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് തിരിച്ച് സ്ലോ സ്പീഡ് സെറ്റ് ചെയ്യേണ്ടി വരുന്നത്. കാര്യം നിങ്ങളുടെ ഐഡിയൽ സർക്യൂട്ട് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്ലോ സ്പീഡിനെ സ്ക്രൂ പരമാവധി കുറച്ച് വെച്ചാൽ എഞ്ചിൻ ഓൺ ആയിട്ട് നിൽക്കും. അപ്പം നമ്മൾ ശരിക്കും സ്ലോ സ്പീഡ് ഇത് വർക്കാകാത്തതുകൊണ്ട് സ്ലോ സ്പീഡ് കൂട്ടി വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ വാൽവ് പൂർണ്ണമായിട്ട് അടയുന്നില്ല. കാര്യം നമ്മൾ ഈ വാൽവിനെ ഓപ്പൺ ചെയ്ത് നിർത്താനാണ് നമ്മൾ ഈ സ്ക്രൂ തിരിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് ഈ വാൽവ് ഷട്ടാകാതെ വരികയും പൂർണ്ണമായിട്ടൊരു വാക്കം എഞ്ചിൻ്റെ ഭാഗത്ത് ക്രിയേറ്റ് ആകുക, ഇതുവഴി എയർ പാസ് ചെയ്ത് പോവുകയും അങ്ങനെയാണ് എഞ്ചിൻ ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ ബ്രേക്കിംഗ് സ്ലോ ആകുകയും നമ്മൾ ആക്സിലേറ്ററിന് കൈവിട്ട ഉടനെ എഞ്ചിൻ്റെ സ്പീഡ് താന്നു പോകാൻ മടി കാണിക്കുകയും എഞ്ചിൻ റേസായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഗിയർ ഇടുമ്പോൾ അടിപ്പ് കിട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിനാകെയുള്ള സിമ്പിൾ പരിഹാരം എന്ന് പറയുന്നത് ആദ്യം ഈ സ്ലോ സ്പീഡിൻ്റെ സ്ക്രൂ തിരിച്ച് കുറച്ച് വെക്കുക എന്നുള്ളതാണ്. സ്ലോ സ്പീഡിൻ്റെ സ്ക്രൂ എത്രത്തോളം കുറച്ച് വെക്കുന്നു, എഞ്ചിൻ ആക്സിലേറ്റർ ക്ലോസ് ചെയ്യുമ്പോൾ അത്രത്തോളം നല്ല എഞ്ചിൻ ബ്രേക്കിംഗ് നമുക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ അങ്ങനെ എഞ്ചിൻ ബ്രേക്കിംഗ് ഈ സ്ലോ സ്പീഡിൻ്റെ സ്ക്രൂ കുറച്ച് വെക്കുമ്പോൾ വണ്ടി വല്ലാണ്ട് അങ്ങ് ഓഫായി പോവാണ്. ഓഫായി പോകുന്നുണ്ട് എങ്കിലും വണ്ടിയുടെ ഐഡിയൽ സർക്യൂട്ട് അടഞ്ഞിരിക്കുകയാണ്, അത് പ്രവർത്തിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന കാർബറേറ്റർ ക്ലീൻ ചെയ്തിടുക. ക്ലീൻ ചെയ്തിട്ടുന്ന പരിഹാരമില്ല, ഐഡിയൽ സർക്യൂട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ കാർബറേറ്റർ മാറേണ്ടി വരും. അപ്പം ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതിന് കാരണം ഇതാണ്, പൂർണ്ണമായിട്ട് സ്ലോ സ്പീഡിൻ്റെ സ്ക്രൂ ഷട്ടാകാത്തത് ക്ലോസ് ചെയ്ത് വെക്കാത്തതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് എഞ്ചിൻ ബ്രേക്കിംഗ് വളരെ കിട്ടണം, വണ്ടി സ്മൂത്തായിട്ട് ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്ക്രൂ താഴ്ത്തി വെക്കുക എന്ന് മാത്രമേ പരിഹാരമുള്ളൂ. ഈ സ്ക്രൂ താഴ്ത്തി വെക്കുമ്പോഴത്തേന് എഞ്ചിൻ ബ്രേക്കിംഗ് കിട്ടാൻ തുടങ്ങും. പക്ഷേ നിങ്ങളുടെ വണ്ടി എന്നിട്ട് സ്ലോ ആയിട്ട് ഐഡിൽ ചെയ്ത് നിൽക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം സ്ലോ സ്പീഡ് സർക്യൂട്ടിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ സ്ലോ സ്പീഡ് സർക്യൂട്ട് വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഐഡിയൽ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിന് പരിഹാരമായിട്ട് ഇത് തിരിച്ച് വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഒന്നെങ്കിൽ ഐഡിയൽ സർക്യൂട്ട് ശരിയായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഈ പരമാവധി ഈ സ്ക്രൂ കുറച്ച് സ്ലോ സ്പീഡ് കുറച്ച് വെക്കാൻ പറ്റി ഇതിൽ ബട്ടർഫ്ലൈ വാൽവ് അടയ്ക്കാം. അപ്പോൾ എന്നാന്ന് വെച്ചാൽ
വണ്ടി ഓണായി നിൽക്കുകയും ചെയ്യും, എന്നായിട്ട് എൻജിൻ ബ്രേക്കിംഗ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇങ്ങനെയാണ് കാർബറേറ്റർ വണ്ടിക്കകത്ത് ഈ പ്രശ്നം വരുന്നത്. ഇനി ഇതിനകത്ത് വേറൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഞാൻ ഈ വാൽവ് പൂർണ്ണമായിട്ട് ഷട്ട് ചെയ്തു, ഈ വാൽവ് പരമാവധി കുറച്ച് അടച്ച് വെച്ചേക്കുവാണ്, എന്നാലും വണ്ടിക്ക് എൻജിൻ ബ്രേക്കിംഗ് കിട്ടുന്നില്ല എങ്കിൽ ഈ മാനിഫോൾഡ്, ഈ ബട്ടർഫ്ലൈ വാൽവിനും എൻജിൻ്റെ ഇൻടേക്കിൻ്റെ സൈഡിൽ, മാനിഫോൾഡ് സൈഡിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എയർ ഇടയ്ക്ക് നിന്ന് കയറുന്നുണ്ട്, ഒരു വാക്കം ലീക്ക് സംഭവിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. നമ്മുടെ വണ്ടികളിൽ പലപ്പോഴും എൻജിൻ്റെ ഇൻടേക്ക് മാനിഫോൾഡിന് അവിടെ വാക്കം ട്യൂബുകൾ കാണാറുണ്ട്. ആ വാക്കം ട്യൂബുകൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, വാക്കം ട്യൂബ് ഡാമേജ് ആകുമോ, അതുവഴി ഒരു എയർ ലീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ ക്ലോസ് ചെയ്യുമ്പോൾ എയർ അതുവഴി കയറി പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ പൂർണ്ണമായിട്ടും വാക്കം ക്രിയേറ്റ് ആകാതെ വരികയും എൻജിൻ സ്ലോ ആകാൻ വേണ്ടി താമസിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ആ കംപ്ലയിൻറ്റ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന്. അപ്പം ഈ എൻജിൻ ബ്രേക്കിംഗ് കിട്ടാത്തതാണ് എൻജിൻ്റെ സ്പീഡ് കുറയാൻ കാരണം. എൻജിൻ ബ്രേക്കിംഗ് തീരുമാനിക്കുന്നത് നമ്മൾ ആക്സിലേറ്റർ വിട്ട് കഴിയുമ്പോൾ ഈ വാൽവ് പൂർണ്ണമായിട്ട് അടഞ്ഞാലേ എൻജിൻ ബ്രേക്കിംഗ് കിട്ടത്തുള്ളൂ. ഇത് പൂർണ്ണമായിട്ട് അടയുകയില്ല, എപ്പോഴും ഒരു 99% അടഞ്ഞാൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് അവിടെ കാണും. അപ്പം ഈ ഒരു വാൽവിലാണ് പ്രശ്നം. നമ്മൾ സ്ലോ സ്പീഡ് കുറച്ച് വെക്കുക. സ്ലോ സ്പീഡിൻ്റെ സ്ക്രൂ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ ബ്രേക്കിംഗ് നിങ്ങൾക്ക് നല്ലപോലെ കിട്ടും. സ്ലോ സ്പീഡ് കുറച്ച് വെച്ചിട്ടും കിട്ടുന്നില്ലെങ്കിൽ രണ്ട് കാര്യമുള്ളത്, ഒന്നെങ്കിൽ വേറെ വാക്കം ലീക്ക് ഉണ്ട്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയൽ സർക്യൂട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ലാത്തത് കൊണ്ടാണ് വണ്ടി ഓഫായി പോകുന്നത്. സോ ഇതാണ് ആ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം. ഓക്കെ, കാർബറേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. കാർബറേറ്റർ റിലേറ്റഡ് ഇഷ്യൂ അല്ലെങ്കിൽ വാക്കം ലീക്കിൻ്റെ ഇഷ്യൂ ആണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മാത്രമേ ആക്സിലേറ്റർ ക്ലോസ് ചെയ്തിട്ട് എൻജിൻ റേസ് ആയി നിൽക്കുന്ന ഒരു പ്രശ്നം വരത്തുള്ളൂ. ഓക്കെ.